അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ബേസിക് കോമ്പോണൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഈസ് എ സീരീസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് സം പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അതായത് ഇതൊരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസോ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ആക്ടിവിറ്റീസ് നമ്മൾ മെയിനായിട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം ആണ്. നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡയഗ്രാം വിച്ച് represent activities events of network, their sequence relationship to shows activities events of the project in a logical sequence. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ മെയിനായിട്ട് എന്താ കാണിക്കുന്നത്? ആക്ടിവിറ്റീസും ഇവൻറ്റ്സും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ആക്ടിവിറ്റീസിനെ ആരോ പോലെ ഇവൻറ്റ്സിനെ സർക്കിൾ കൊണ്ട് നമ്മൾ മെയിനായിട്ട് കാണിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ലോജിക്കൽ സീക്വൻസിലാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുക. നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ടാസ്ക് ടു ബി കണ്ടക്റ്റഡ് ആണ്. ഇതിൻ്റെ ഇറ്റ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ജോബ് അല്ലെങ്കിൽ ടാസ്ക് ഓർ ഐറ്റം ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. സ്പെസിഫൈഡ് ടൈം തരും. ആ ടൈമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ജോബ് ടാസ്ക് അതിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയാം. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എക്സ്പെൻഡിച്ചർ ഓഫ് ടൈം വേണം, അതേപോലെ റിസോഴ്സസും ആവശ്യമാണ് കേട്ടോ. ആക്ടിവിറ്റീനെ നമ്മൾ കണ്ട ആരോ മാർക്ക് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഹെഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആരോ മാർക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹെഡ്, ഇതാണ് ടെയിൽ കേട്ടോ. അപ്പം നമ്മളൊരു സ്നേക്കിനെ ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പോൾ സ്നേക്ക് മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് എപ്പോഴും മുന്നിലായിരിക്കും. അപ്പോൾ അതന്നെ ഹെഡ് എപ്പോഴും മുന്നിലാണ്. അപ്പോൾ ടെയിൽ എന്താണ്? ബാക്കിലുള്ളതാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആരോ മാർക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യാൻ. ആക്ടിവിറ്റി കനോട്ട് ബിഗൻ അണ്ടിൽ ദ കംപ്ലീഷൻ ഓഫ് പ്രൊസീഡിങ് ആക്ടിവിറ്റി. അതായത് പ്രൊസീഡിങ് ആക്ടിവിറ്റി വെച്ചാൽ തൊട്ട് മുൻപുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ആക്ടിവിറ്റീൻ്റെ ഹെഡാണ് കേട്ടോ ഇവിടെ കാണിച്ചത്. കണ്ടോ? നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ഏരോ ഡയഗ്രാം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. ഇതിൽ കണ്ടോ ഹെഡ് കണ്ടോ കാണിച്ചത്? ഹെഡ് എന്ന് വെച്ചാൽ ഏരോൻ്റെ ഫ്രണ്ട് പാർട്ടിനെയാണ് നമ്മൾ ഹെഡായിട്ട് കാണിക്കുന്നത്. കണ്ടോ? പിന്നെ ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെയാണ് ആരോ ഡയഗ്രത്തിൽ എഴുതുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ആരോ ഡയഗ്രാം. ഇങ്ങനെയാണ് ആരോ ഡയഗ്രാം ഉണ്ടാവുക. അപ്പം ഈ രണ്ട് സർക്കിളിൽ കാണിക്കുന്നതാണ് എന്ത്? ഇവൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് നോഡ് എന്ന് വേറൊരു പേരുണ്ട്. അപ്പം നമ്മൾ ആക്ടിവിറ്റീസിനെ എ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എഴുതിയത്. കണ്ടോ? എ എന്ന് എഴുതിയത് കണ്ടോ ആക്ടിവിറ്റീൻ്റെ മുകളിൽ. അപ്പോൾ ആക്ടിവിറ്റി നമ്മൾ എ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഏരോൻ്റെ മുകളിലുള്ള ഏരോ കൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏരോൻ്റെ മുകളിലാണ് നമ്മൾ ആക്ടിവിറ്റീസ് എഴുതുക, പേരെഴുതുക കേട്ടോ. അപ്പോൾ ഇതാണ് ഹെഡ്. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റിയിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി എന്താണ് പറയുന്നത്? ഒരു ആക്ടിവിറ്റി തുടങ്ങിയ ശേഷം പ്രൊസീഡിങ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ അടുത്തത് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രൊസീഡിങ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ആക്ടിവിറ്റി തുടങ്ങാവുള്ളൂ. പ്രൊസീഡിങ് ആക്ടിവിറ്റി ചെന്നേക്കേണ്ട തൊട്ട് മുൻപുള്ള ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പം ഇതാണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി. എ ആണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി, ഇതാണ് സക്സീഡിങ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ബീൻ്റെ തൊട്ട് മുൻപാണ്. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റിക്കാണ് നമ്മൾ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുക. എക്ക് ശേഷമാണ് ബി വന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുക? സക്സീഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി, എന്താണ് സക്സീഡിങ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. 3 ടൈപ്പ് ആക്ടിവിറ്റി ആണുള്ളത്. പ്രെഡിസിസർ ആക്ടിവിറ്റി, സക്സസർ ആക്ടിവിറ്റി, ഡെമ്മി ആക്ടിവിറ്റി. പ്രെഡിസിസർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആക്ടിവിറ്റി വിച്ച് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ വൺ ഓർ മോർ അതർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട്. അതായത് നമ്മൾ തൊട്ട് മുൻപുള്ള ആക്ടിവിറ്റിക്കാണ് നമ്മൾ പ്രെഡിസിസർ ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രെഡിസിസർ ആക്ടിവിറ്റി എന്തായിരിക്കണം? നമ്മൾ ഇതിന് ശേഷമുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ്, ഇത് കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പ്രെഡിസിസർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിൽ കണ്ടോ, ഇതല്ലേ പ്രെഡിസിസർ ആക്ടിവിറ്റി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയ ശേഷം മാത്രമല്ലേ ബി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാട്ടോ ഇപ്പോൾ പറഞ്ഞ്. നെക്സ്റ്റ് സക്സസർ ആക്ടിവിറ്റി. സക്സസർ ആക്ടിവിറ്റി ദാറ്റ് കനോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ വൺ ഓർ മോർ അതർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് ബട്ട് ഇമ്മീഡിയറ്റ്ലി സക്സീഡ് ദം ആർ കോൾഡ് സക്സസർ ആക്ടിവിറ്റി. അതായത് പ്രെഡിസിസർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിക്കാണ് നമ്മൾ സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ കണ്ടോ, പ്രെഡിസിസർ ആക്ടിവിറ്റി അത് എ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഉടനെ സ്റ്റാർട്ട് ചെയ്ത ആക്ടിവിറ്റിയാണ് എന്ത്? ബി. കണ്ടോ, എൻ്റെ തൊട്ട് ശേഷം കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ബി. അപ്പോൾ അതിന് തൊട്ട് മുൻപിൽ വരുന്ന ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്താ പറയുക? സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രെഡിസിസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിറകിൽ വരുന്ന ആക്ടിവിറ്റിയും സക്സസർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതിന് ശേഷം മുന്നിൽ വരുന്ന ആക്ടിവിറ്റിയാണ്.
നെക്സ്റ്റ് ഡെമ്മി ആക്ടിവിറ്റിയാണ്. എനി ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം ഐദർ എനി റിസോഴ്സ് ടൈം അതിനെയാണ് നമ്മൾ ഡെമ്മി ആക്ടിവിറ്റി എന്ന് പറയുക. ഡെമ്മി ആക്ടിവിറ്റി ഇൻ എ നെറ്റ്വർക്ക് ഈസ് ആഡഡ് ഓൺലി ടു ക്രിയേറ്റ് ഗിവൺ പ്രെഡിസൻസ് relationship among the activities. It is needed when two or more parallel lines in the activities have same head or tail, or two or more activities have common immediate predecessors. അതായത് നമുക്ക് ഒരു ആക്ടിവിറ്റിക്ക് ടൈമോ റിസോഴ്സസോ ഒന്നും ഇല്ലാത്തൊരു ആക്ടിവിറ്റിക്കാണ് നമ്മൾ ഡെമ്മി ആക്ടിവിറ്റി എന്ന് പറയുക. ഈ ആക്ടിവിറ്റി നമ്മൾ വെറുതെ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ രണ്ട് കേസിലാണ് ഇത് ആഡ് ചെയ്യുക. ഒന്ന് പാരലലായിട്ട് വേറെ ആക്ടിവിറ്റി വരികയാണെങ്കിൽ, അതായത് സെയിം ഹെഡും സെയിം ടെയിലും ഒരു ആക്ടിവിറ്റിക്ക് പാടില്ല. ഒന്നെങ്കിൽ സെയിം ഹെഡ് ആവാം, അല്ലെങ്കിൽ സെയിം ടെയിൽ ആവാം. എന്നാൽ പാരലലായിട്ട് സെയിം ഹെഡും സെയിം ടെയിലും പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആണ് നമ്മൾ പ്രെഡിസസർ ആക്ടിവിറ്റി ഒന്ന് ആഡ് ചെയ്യുക. ഒന്നെന്താണെന്ന് വെച്ചാൽ ഡെമ്മി ആക്ടിവിറ്റി ആഡ് ചെയ്യുക. ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിസസർ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതായത് മുൻപുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ എന്നും ബിന്നും കൂടെ ഒരു ആക്ടിവിറ്റി വരികയാണ്, പക്ഷേ അടുത്ത ആക്ടിവിറ്റി സിന്ന് മാത്രം വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെമ്മി കൊടുക്കുക. അങ്ങനെ രണ്ട് കേസിലാണ് നമ്മൾ ഡെമ്മി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കേസ് അവർ പറഞ്ഞത്. അതായത് നമുക്കെന്താ എൻഡ് ചെയ്യുന്ന സെയിം നോട്ട്സിലാവുന്നത് കണ്ടു, ഡെമ്മി കൊടുത്തത് കണ്ടപ്പോൾ ബിൻ്റെയും സിൻ്റെയും എന്താണ് ഹെഡ് 1 ആണ്. അപ്പോൾ നമുക്ക് ഡെമ്മി കൊടുത്താൽ ബിന്നും സിന്നും കൂടിയാണ് എന്ത് വരുന്നത്, ഡി വരുന്നത്. അപ്പോൾ നമുക്ക് ഡെമ്മി കൊടുത്താലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഹെഡും ടെയിലും സെയിം ആയിപ്പോവും അല്ലേ. അപ്പോൾ അങ്ങനെ പറ്റില്ല. ഒന്നെങ്കിൽ ടെയിൽ എന്താണ്, ബിൻ്റെയും സിൻ്റെയും ടെയിൽ എന്താണ് 1 ആണ്. ബീൻ്റെ ഹെഡ് 3യും സിൻ്റെ ഹെഡ് 2 ആണ്. അപ്പോൾ നമ്മളവിടെ ഡെമ്മി കൊടുത്തില്ലെങ്കിൽ ബീൻ്റെയും സിൻ്റെയും ടെയിലും സെയിം ആയിരിക്കും, അതേപോലെ തന്നെ ഹെഡും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ബീൻ്റെയും സിൻ്റെയും ഹെഡും ടെയിലും കോമൺ ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെമ്മി കൊടുത്തത്. അപ്പോൾ ഡെമ്മി കൊടുത്തുകൊണ്ട് എന്താക്കി ബിന്നും സിന്നും കൂടെ നമുക്ക് എന്താക്കാം, ഡി വെത്തുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഫസ്റ്റത്തെ കേസ്. രണ്ടാമത്തെ കേസ് നോക്കുക. രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്താ പറഞ്ഞത് നോക്ക്. രണ്ടാമത്തെ കേസിൽ നമുക്ക് പറഞ്ഞത് പ്രെഡിസസേഴ്സ് എപ്പോഴും എന്താണ് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആക്ടിവിറ്റി 2ന്നും 3ന്നും കൂടിയാണ് എന്ത് വന്നത്, 2ന്നും 3ന്നും കൂടിയുള്ള അത് നടന്നത് ബിന്നും സിന്നും 2ൻ്റെ ബി അല്ലേ, ബിന്നും ആക്ടിവിറ്റി 3ൻ്റെ സി ആണ്. ബിന്നും സിന്നും കൂടിയാണ് ഇവിടെ ഡി വന്നത്. അപ്പോൾ നമുക്ക് ഡെമ്മി ഇവിടെ കൊടുക്കാൻ കാരണം പറയുമ്പോൾ എന്താ ഹെഡും ഡെയിലും ഒക്കെ വേറെ വേറെയാണ് അല്ലേ. പക്ഷെ ഇവിടെ ഡെമ്മി കൊടുക്കാൻ കാരണം ബിന്നും സിന്നും കൂടെ ഡി വന്ന്, പക്ഷെ സിന്ന് മാത്രമാണ് എന്ത് വന്നത്, ഇ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ സെയിം അല്ലാതെ ഇതിപ്പോൾ സിയും ബിയും കൂടെ ഒരുമിച്ചാക്കി ഡി വെത്തിന്ന് വെച്ചു. അപ്പോൾ ഇക്ക് മാത്രമായിട്ട് നമുക്ക് സി കിട്ടും ഇല്ല. ഇയും അതേപോലെ എന്തായിപ്പം ഷെയർഡായിപ്പോൾ. പക്ഷേ ഈൻ്റെ പ്രെഡിസസർ എന്താണ്, സി മാത്രമാണ്. അപ്പോൾ പ്രെഡിസസേഴ്സ് എല്ലാ കേസിലും സെയിം ആവില്ല. അപ്പം ഈൻ്റെ പ്രെഡിസസർ സി മാത്രമാണ്, പക്ഷെ എന്താണ് സിൻ്റെയും ബീൻ്റെയും കൂടെയാണ് ഡി വന്നത്. അപ്പോൾ ഡീൻ്റെ പ്രെഡിസസേഴ്സ് സിയും ബിയും ആണ്. അപ്പോൾ ഈ രണ്ട് കേസിലാണ് നമ്മൾ മെയിനായിട്ട് എന്താ ആഡ് ചെയ്യുക, ഡെമ്മി ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇവൻ്റാണ് നോക്കുന്നത്. ഇവൻ്റ് റെപ്രസെൻറ്റ് ദ സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി ആണ്. ആൻ ഇവൻറ്റ് കനോട്ട് ബി അക്കംപ്ലിഷ്ഡ് അണ്ടിൽ ഓൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ഇറ്റ് ഹാവ് കംപ്ലീറ്റഡ്. അതായത് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവൻറ്റിൽ നിന്ന് തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസും എന്താവണം, കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവൻറ്റിലാണ് തുടങ്ങുക. അതേപോലെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുന്നതും എന്തായിരിക്കും, അതേപോലെ ഒരു ഇവൻറ്റിലായിരിക്കും നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എൻഡ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുക. അപ്പോൾ ഇവൻറ്റിനെ നമ്മൾ എന്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് അനാലിസിസിൽ ആരോടെ ഇവൻറ്റ് ഓർ നോഡ് ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് എ ജംഗ്ഷൻ ഓഫ് 2 or more arrows representing the activities. ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിരിക്കും, ചിലപ്പോൾ എന്താ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് വരും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇവൻറ്റിൻ്റെ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻറ്റ് നമ്മൾ സർക്കിൾ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട്സ് എന്നാണ് നമ്മൾ പറയൽ. 2 ടൈപ്പ് ഉള്ളത്, മെർജ് ഇവൻറ്റും ബേസ്റ്റ് ഇവൻറ്റ്. മെർജ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു, ഇതാണ് മെർജ് ഇവൻറ്റ്. അതായത് കുറേ ആക്ടിവിറ്റീസ് ഒന്നിച്ച് മെർജ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനാണ് നമ്മൾ മെർജ് ഇവൻറ്റ് എന്ന് പറയാം. ബേസ്റ്റ് ഇവൻറ്റ് എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് മോർ ദാൻ 1 ആക്ടിവിറ്റി ആയിരിക്കും. കാരണം ഇത് കണ്ടോ, ഈ ആക്ടിവിറ്റി നിന്നാണ് ഒരുപാട് ഇതിനെയാണ് നമ്മൾ ബേസ്റ്റ് എന്ന് പറയുക. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ടെയിൽ ഇവൻറ്റ് ആൻഡ് 2 ഇവൻ്റാണ്. ആക്ടിവിറ്റി ഹാസ് 2 ഇവൻ്റാണ്. ടെയിൽ ഇവൻറ്റും ഉണ്ട്, ഹെഡ് ഇവൻറ്റും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സ്നേക്ക് മൂവ് ചെയ്യുന്ന പോലെ നോക്കുകയാണെങ്കിൽ സ്നേക്കിൻ്റെ ഹെഡ് എവിടെ ഇരിക്കും, ടെയിൽ എവിടെ ഇരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ടെയിൽ ഇവൻ്റാണ്, ഇതാണ് ബിഗിനിങ്. അപ്പം ഇതായിരിക്കും ടെയിൽ ഇവൻറ്റ്, ഇതാണ്
ഹെഡ്. അപ്പോൾ സ്നേക്ക് മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും മുന്നോട്ടാണല്ലോ പോകും. അപ്പം ഇതാണ് ഹെഡ് ഇവൻറ്റ്, ഇതാണ് എന്ത് ടെയിൽ ഇവൻറ്റ്. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഹെഡ് ഇവൻ്റ് ആയിരിക്കും ഒരു ആക്ടിവിറ്റീൻ്റെ എൻഡ്. അപ്പം ഇതാണ് ഹെഡ്, ഇതാണ് ടെയിൽ. കണ്ടോ തുടക്കത്തിലുള്ളതാണ് ടെയിൽ ഇവൻ്റ് എന്ന് പറയാം, ലാസ്റ്റിലുള്ളതിന് നമ്മൾ ഹെഡ് ഇവൻ്റ് എന്ന് പറയാം. ഇതിന് നമ്മൾ സർക്കിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ആക്ടിവിറ്റിക്ക് മെയിനായിട്ട്, ഇവൻറ്റിന് മെയിനായിട്ട് നോക്കാനുള്ള. ആക്ടിവിറ്റിന് നമ്മൾ ആരോൻ്റെ മുകളിലാണ്, ഇവൻറ്റിന് നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെയിം ചെയ്യുക.